പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മുടെ സഹോദരിയുടെ 48ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്കൊരു കേക്ക് വാങ്ങി മുറിക്കാൻ സാഹചര്യം ഒത്തു വന്നിട്ടില്ല. ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് യാത്രയിലായതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ ആ യാത്രയില് AC തണുപ്പില് മൂക്കൊലിപ്പും ഛർദിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സഹോദരിക്ക്, ഞങ്ങളുടെ ചേച്ചിക്ക്. ഞങ്ങൾ ടൈഗർ ഫാം മണപ്പിച്ചുകൊണ്ട് ഈ ബർത്ത്ഡേ, ഈ വർഷം 48ാമത്തെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതിൽ എല്ലാവരും ഞങ്ങളോട് ഒത്തുചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇനി അത് ഇതിന്റെ ആഘോഷം എന്ന് പറഞ്ഞത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു, ഇത് ടൈഗർ ഫാം ആണ് ഇതിനു വേണ്ടിയിട്ട് കേക്കിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മണപ്പിച്ചുകൊണ്ടാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാം. അപ്പൊ ബിന്ദുവിന്റെ അനുവാദിയോടുകൂടി ഞാൻ അത് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ ഇതാ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അപ്പം ഇത് പിന്നെ ആർക്കും എവിടെ വെച്ചും പരീക്ഷിക്കാവുന്ന ഒരു പുതിയ ഐറ്റംസ് ആണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്. കാരണം യാത്രക്കിടയിലൊന്നും എപ്പോഴും നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ അത് പ്രത്യേക സാഹചര്യം പറഞ്ഞല്ലോ, മൂക്കൊലിപ്പും ചെറിയ ഉറക്കക്ഷീണമൊക്കെ ഉള്ളത് കൊണ്ട് ഏറ്റവും പറ്റിയ സാധനം. ഇപ്പൊ കേക്കൊക്കെ തിന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഛർദിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ഞങ്ങളത് ആഘോഷം. അപ്പൊ ഒന്നുകൂടി നന്നായിട്ട് ഫുള്ളായിട്ട് മണപ്പിച്ചുകൊണ്ട് പിന്നെ ഇത് സാധാരണ കേക്കല്ലേ എടുത്തിട്ട് മേത്തല്ല ഇങ്ങനെ തേക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിപ്പോ പറ്റാത്തൊരു സാഹചര്യം മേത്തൊക്കെ പൊള്ളുന്നതാണ്. വേണമെങ്കിൽ തലയിൽ നെറ്റിയിലൊക്കെ വെച്ച് കൊടുക്കാം. അല്ല, ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാർക്കും വേണമെങ്കിൽ അയലോകത്തിലെ ആൾക്കാർക്കും ബർത്ത്ഡേ ആഘോഷത്തിന് വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ.